എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ, ഓമയ്ക്ക, കപ്പയ്ക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യം വെച്ചിട്ട് 2 രുചിക്കൂട്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ മുടിയുടെ വീഡിയോകളൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ചു തന്നൊരു 2 രുചിക്കൂട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നുള്ളത്. അന്നേരം നമ്മളതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം അതിനെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പപ്പായ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വെറൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ പണ്ട് കാലം മുതലേ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചത് എന്ന അതീവ രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പികൾ. കാരണം നമ്മൾ പപ്പായ ആദ്യം എടുത്തിട്ട് അധികം വിളയാത്ത പപ്പായകളൊക്കെയാണ് കറി വെക്കാനൊക്കെ നല്ലത് കേട്ടോ. വിളഞ്ഞത് നമുക്ക് പഴുപ്പിക്കാനും എടുക്കാമല്ലോ. തോലൊക്കെ കളഞ്ഞ് ചെത്തിയെടുക്കാമേ. അധികം വിളഞ്ഞൊന്നുമല്ല, ദാണ്ടെ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ അരമുറി പപ്പായ എടുത്തിട്ട് അതിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോപ്പറിലൊക്കെ വെച്ച് അരിയുന്നതിനെക്കാട്ടിലോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലോ എനിക്കെപ്പോഴും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി അരിയുന്നതിനാണ് എപ്പോഴും അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒട്ടും ഇല്ലാത്തൊരു സമയത്തോളം ഇത് നമ്മൾ അങ്ങനെയൊക്കെ എളുപ്പ വഴി കൂടി ഇത് അരിഞ്ഞെടുക്കുന്നതായിരിക്കും വൃത്തി. ഇപ്പോൾ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക. നമ്മളിതിലേക്ക് കാന്താരി, വെളുത്തുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പപ്പായ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ചേരുവയൊന്നുമില്ല. പിന്നെ ഒരു അരമുറി സവാളയും കൂടെ നമ്മളിതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ചേരുവയാണ് ഇത്. നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇതിങ്ങനെ തന്നെ തോരൻ വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊഞ്ച് ചേർത്തിട്ട് തോരൻ വെക്കാം. പല രീതിയിലാണ് നമ്മളിത് തോരൻ വെക്കാറുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ പറയുന്ന രീതിയിൽ എടുത്തിട്ട് മൺചട്ടിയിൽ വെക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് അവസാന ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ കടുക് തളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ആവിയിൽ വെച്ചിട്ട് വേവിച്ചതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചതായിട്ടുള്ള ചെറുപയറും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. ചെറുപയറോ കടലയോ വൻപയറോ തോമരപ്പയർ പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വേണ്ടാത്തൊരു കാര്യമാണ് കേട്ടോ. ഇത് വെച്ച് നമ്മൾ ഒഴിച്ചുകറിയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകളൊക്കെ 1 മില്യൺ എബോയൊക്കെ പോയിട്ടുണ്ട് ആ വീഡിയോയുടെ വ്യൂ ഒക്കെ കേട്ടോ. അതിന് നമ്മൾ പപ്പായയും അതിൻ്റെ അടുത്ത് സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ആ ഒരു വെന്ത് വന്നതിനകത്തോടെ നമ്മൾ വേവിച്ച് വെച്ചായിട്ടുള്ള ചെറുപയറും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒന്നുകിൽ കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കടുക് താളിക്കുന്നതിനോട് താല്പര്യമില്ല. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം എണ്ണ ഉപയോഗിക്കാതിരിക്കാനല്ലേ ശ്രമിക്കുന്നത്. തേങ്ങയുടെ അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളൂ. അന്നേരം വെളിച്ചെണ്ണ ഒഴിക്കാതെയോ കടുക് താളിക്കാതൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചൂട് കഞ്ഞിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കുറച്ചേറെയൊക്കെ തോരൻ വെക്കുകയാണെങ്കിൽ ചോറ് ഒരു തവി എടുത്തിട്ട് ഈ ഒരു തോരനൊക്കെ കാൽഭാഗം ചോറ് എടുക്കുന്ന അതേ അളവിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നിറയും. അതിനോട് ഇച്ചിരി സാലഡും കൂടെ ആണെങ്കിൽ കറക്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലോ ഇത് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു നുള്ളു ചോറെടുത്താൽ മതി. ആ ചോറ് നമ്മളിപ്പോൾ ഒരുപാട് ചോറ് ഉപയോഗിക്കുന്നതിനോട് എല്ലാവരും പറയില്ല ചോറ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം. പണ്ടത്തെ ഒരു രീതി വെച്ച് ഇപ്പോൾ എല്ലാവരും ആഹാരത്തിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായയുടെ പകുതി ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുക്കറിലോട്ട് അരിഞ്ഞിട്ടുണ്ട്. കുക്കറിലോട്ട് അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ പെട്ടെന്ന് വെന്ത് വരാം. നമുക്ക് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കുക്കറിനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ നമ്മൾ മൺചട്ടിയിൽ വെക്കുക. മൺചട്ടി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണ് മൺചട്ടി ഞാൻ പറയണത്. അന്നേരം നമ്മളിനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ന പച്ചക്കറി മാത്രമൊന്നുമില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തൊരു കാര്യമായതുകൊണ്ട് കുറച്ച് പച്ചക്കറി, ഇപ്പോൾ സാധാരണ നമ്മളെല്ലാ പച്ചക്കറിയും കൂടെ എപ്പോഴും വീട്ടിൽ കാണണമെന്നില്ലല്ലോ. ഇപ്പം മൊത്തമായിട്ട് നമ്മൾ പച്ചക്കറി സാമ്പാർ കിറ്റ് അല്ലെങ്കിൽ അവിയൽ കിറ്റ് എന്ന് പറഞ്ഞൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും അതൊക്കെ പെട്ടെന്ന് പനലായിപ്പോകും ദിവസവും നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ. പിന്നെ തുമരപ്പരിപ്പാണ്, ഇതിപ്പോൾ പിങ്ക് ഡാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തക്കാളി ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ള മറ്റ് പച്ചക്കറികൾ ഏതാണ് കൃത്യമായിട്ടൊരു അളവ് ഞാൻ പറയുന്നതേ ഇല്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നമ്മൾ ഒരുപാട് രീതിയിൽ പപ്പായ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പപ്പായ നമ്മൾ എല്ലാ കറിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു സാലഡിനകത്ത് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്കും ആ ഒരു കറ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ.
ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലല്ലോ, കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രഷർ മാറിക്കഴിയുമ്പോഴത്തേനും മൺചട്ടി നമ്മൾ കടുക് താളിച്ചിട്ട് സാധാരണ വെളിച്ചെണ്ണയിൽ കറിവേപ്പില, അതിൻ്റെ കൂട്ടത്തിൽ ചുമന്നുള്ളി, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേനും മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ സാമ്പാറിന് എന്തൊക്കെ ചേർക്കുന്നു, ഇപ്പോൾ സാമ്പാറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, ഇതിനകത്ത് തേങ്ങ അരച്ച് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പം ഞാനൊരു സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇല്ലാതാനും കുറച്ച് മാത്രമേ ഉള്ളൂ. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, പിന്നെ പപ്പായ, പിന്നെ 2 പയർ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിയും കൂടെ ചേർത്തപ്പോഴത്തേനും നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇട്ടല്ലേ സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുള്ളൂ. അല്ലെങ്കിൽ അവിയൽ വേണമെങ്കിൽ അവിയൽ വെക്കാൻ പറ്റും, സാമ്പാർ വെക്കാൻ പറ്റും, തോരൻ, അങ്ങനെ ഒരുപാട് രീതിയിൽ വെക്കാൻ പറ്റും. ഒരുപാട് നമ്മളിപ്പോൾ ഈ 2 ചെയ്തിരിക്കുന്ന റെസിപ്പിയിലും ഒരുപാട് നമ്മൾ തേങ്ങയോ ഉള്ളിയോ ഒത്തിരി ഒന്നും നമ്മൾ വഴറ്റിയോ എടുത്തോ ഒന്നും ഒരുപാട് സമയം കളയാണ്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് 2 കറികൾ റെഡി. പപ്പായ വെച്ചിട്ട് മെയിൻ താരം പപ്പായയാണ്. കാരണം പപ്പായയൊക്കെ ഒരുപാട് ഗുണങ്ങളുടെ, ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. പപ്പായ കഴിക്കാൻ മിക്ക കുട്ടികൾക്കും മടിയാണ്. അത് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള 2 റെസിപ്പികളാണ്. ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തോരം ചാറ് വേണമെന്നനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല രുചികരമായിട്ട് നമുക്ക് രാവിലെ ഈ ഒരു കറി വെക്കുകയാണെങ്കിൽ, ഈ 2 കാര്യങ്ങളും രാവിലെ വെക്കുകയാണെങ്കിൽ ദോശയുടെ കൂട്ടത്തിലോ ചപ്പാത്തി, ഇഡലി എന്തിൻ്റെയും കൂട്ടത്തിൽ കറിയായിട്ട് ഉപയോഗിക്കാം. ഉച്ചക്കത്തേനും വൈകിട്ടത്തേനും ആവും കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. സിമ്പിൾ റെസിപ്പിയാണ്. ഇനി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുടിയുടെ വീഡിയോ ആണ് ചെയ്യാറുള്ളത്. അന്നേരം ഒരുപാട് പേര് ഇന്ന് രാവിലെ കൂടി വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ചെറിയ ഉത്തരവും കൂടി ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ റെസിപ്പി വീഡിയോകൾ ചെയ്യുമ്പോൾ അധികം വ്യൂ കുറവാണ്. കാരണം മുടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, ഇടയ്ക്കൊരു ഇഷ്ടത്തിന് നമ്മൾ റെസിപ്പി പാചകത്തിൻ്റെ വീഡിയോകൾ ഇട്ടല്ലേ പറ്റുള്ളൂ. അന്നേരം നമ്മൾ മുടി നരയ്ക്കുക, പൊഴിയുക, അതുപോലെ അകാല നിര വരാതിരിക്കാൻ, താരൻ ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് ഒറ്റയടിക്കുള്ള പ്രതിവിധി. നമ്മൾ ഒറ്റയടിക്കൊരു പ്രതിവിധി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അനാർക്കലി ഹെയർ ഓയിൽ ഒരുപാട് പേരോട് വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ 2 മാസത്തോളം ആയിക്കാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ അനാർക്കലി ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ഫെയർനെസ് ഓയിലൊക്കെ നമ്മുടെ ഒരു അനാർക്കലി എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഫെയർനെസ് ഓയിൽ എന്ന് പറയുമ്പോൾ സ്കിന്നിലുണ്ടാകുന്ന ഏത് കരുവാളിപ്പും കറുത്ത പാടൊക്കെ മാറി സ്കിന്നിൻ്റെ കളർ ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കാൻ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫെയർനെസ് ഓയിലിൽ പറയുന്നത്. അവക്കാഡോ, അതുപോലെ തന്നെ പപ്പായ, തേങ്ങാപ്പാൽ, കുങ്കുമപ്പൂവ്, അങ്ങനെ ഒരുപാട് ചേരുവകൾ ചേർക്കുന്നതാണ് ഫെയർനെസ് ഓയിൽ. നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ എന്ന് പറയുമ്പം നാച്ചുറലായിട്ടുള്ള ചേരുവകൾ മാത്രം, ബ്രഹ്മി, ഗന്ധപാല, അതുപോലെ തന്നെ അഞ്ചനക്കല്ല്, അങ്ങനെ ഒരുപാട് മൈലാഞ്ചി, പിന്നെ ശുദ്ധമായിട്ടുള്ള ആട്ട് വെളിച്ചെണ്ണയിൽ ഒരുപാട് ചേരുവകൾ ചേർത്ത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു പരിമിതിയുണ്ട്. നമ്മൾ വീട്ടിൽ എടുക്കുന്ന ചേരുവയ്ക്ക് പിന്നെ അങ്ങാടി കടയിൽ നിന്ന് എല്ലാ ചേരുവകളൊന്നും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും ഒന്നും കിട്ടണം എന്നില്ല. അങ്ങനെ ഒരുപാട് ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.